എത്താറായിട്ടുണ്ട്. ഇവിടുന്ന് ഒരു ഏകദേശം 8 കിലോമീറ്ററാണ് കാണിക്കുന്നത്. ഓ, വഴിയില്ല സൈഡിലെല്ലാം നമുക്ക് കച്ചവടക്കാരെയൊക്കെ കാണാൻ പറ്റും. നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ. അവിടെ അഗാധമായ ഗർത്തം പോലെ വലിയൊരു വ്യൂ ഉണ്ട്. നമുക്ക് എന്തായാലും റിട്ടേൺ വരുന്ന സമയത്ത് എന്തായാലും അവിടെ നിർത്തുക. എന്തായാലും ഇപ്പം നമുക്ക് നേരെ വട്ടവടയ്ക്ക് വെച്ച് പിടിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് വട്ടവട വരെ പോവുമോ അതോ മാട്ടുപ്പെട്ടി വരെ പോവുമോ എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. എൻ്റെ മോനെ, നിങ്ങൾ സ്വർഗം കണ്ടിട്ടുണ്ടോ ഗൈസ്? കണ്ടിട്ടില്ലെങ്കിൽ ഇതാ കാണ്. അയ്യോ, വലതുവശത്തോട്ട് നോക്കണം. ഓ, മൂന്നാർ ഇത്രയും ഭംഗിയുണ്ടായിരുന്നു. പറന്ന് കിടക്കാൻ തോന്നുന്നു ഇതിൻ്റെയൊക്കെ മേളിക്കൂടെ എനിക്ക്. എൻ്റെ മക്കളെ, ആ ഒരു വ്യൂ നോക്കിയേ, കാണാൻ പറ്റും. അയ്യോ, മുമ്പോട്ട് നോക്ക്, വലത്തോട്ട് നോക്ക്. അയ്യോ, കണ്ട? അയ്യോ, വണ്ടി ഇവിടെ നിർത്താൻ പറ്റത്തില്ല. വലിയ വണ്ടി വന്നു കഴിഞ്ഞാൽ മെനക്കേടായി പോകും. സ്വർഗമെന്ന് പറഞ്ഞാലും പോരാ, അതിന് മേലോട്ട് വല്ലതും ഉണ്ടെങ്കിൽ അതാണിത്. അയ്യോ, എൻ്റെ മോനെ, നോക്ക്, കണ്ണ് തുറന്ന് അങ്ങോട്ട് നോക്ക് നിങ്ങൾ. അപ്പോൾ ആരെങ്കിലൊക്കെ വരും, നമ്മളിവിടെ ഉള്ള നമ്മൾ കണ്ട് മടുത്ത് കിടക്കുന്ന ഞാനൊക്കെ പറഞ്ഞു. ആയിക്കോട്ടെ, പക്ഷേ ഇത് എൻ്റെ ഒരു ഇതാണ്, എക്സൈറ്റ്മെൻ്റാണ്, ആവേശമാണ്. ഇങ്ങനെയുള്ള വ്യൂ ഒക്കെ കണ്ടിട്ട് ഒരുപാട് നാളായി. ഇത്രയും വൈഡായിട്ട് കിടക്കുന്ന ഈ ഒരു സ്ഥലത്ത് കൂടെ വണ്ടി ഓടിച്ച് പോവാന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, എൻ്റെ മോനെ, ഒരു രക്ഷയില്ല. നോക്കൂ. അയ്യോ, എനിക്ക് ക്യാമറ ഓഫ് ചെയ്യാൻ തോന്നുന്നില്ല. ഇതൊക്കെ കണ്ടിട്ട് ഞാൻ എങ്ങനെ ക്യാമറ ഓഫ് ചെയ്യും? എൻ്റെ ഭഗവാനെ, എനിക്ക് വയ്യ. എന്ത് രസവും നോക്കിയതൊക്കെ കാണാൻ. ഒരു വീഡിയോക്കകത്ത് കിട്ടുന്നുണ്ടോ? എവിടെയെങ്കിലും നിർത്തി കഴിഞ്ഞാൽ എനിക്ക് മൊത്തത്തിൽ കിട്ടത്തില്ലല്ലോ. വണ്ടി ഓടിച്ചുകൊണ്ട് എടുക്കുമ്പോഴല്ലേ നമുക്ക് മൊത്തത്തിൽ ആ ഒരു വ്യൂ കിട്ടത്തുള്ളൂ. നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ ഇത്? ഇത്രയും ഇതിൻ്റെ ആ ഒരു മനോഹാരിത നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ? എൻ്റെ വീഡിയോക്കൊന്നും ആരും കമൻറ്റ് കാര്യങ്ങളൊന്നും ചെയ്യത്തൊന്നുമില്ലല്ലോ. പിന്നെ നിങ്ങളുടെയൊക്കെ മനസ്സിരിക്കുന്നത് ഞാൻ എങ്ങനെ അറിയാം? വഴിയരികിൽ തോട്ടം തൊഴിലാളികളെ കണ്ട തേയില പിച്ച് പിച്ചിക്കൊണ്ട് പോവുക. തലയെ വെച്ചുകൊണ്ട് പോകുന്നുണ്ട് തേയില. ചാക്കിനകത്ത് കെട്ടി തലയെ വെച്ചുകൊണ്ട് പോകുന്നു തേയില. ഇത് മൂന്നാർ ടൗണാണത്. ഇവിടുന്ന് ഇരവികുളം പാർക്കിലോട്ട് 4 കിലോമീറ്റർ എന്തോ ഉള്ളൂ. ടോപ്പ് സ്റ്റേഷനിലേക്ക് 37 കിലോമീറ്റർ എന്തോ ആണ് കാണിച്ചത്. മൂന്നാർ ടൗൺ, റൂംസ്, ഹോട്ടൽസ്, അതിൻ്റെ ഒരു ചാകരയാണിത് ഈ ഭാഗങ്ങളെല്ലാം. ട്രാഫിക് പോലീസിൻ്റെ ബോർഡൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും രണ്ട് സൈഡും ട്രാഫിക്കൊക്കെ. കുറേ ചെറിയ കടകളൊക്കെ ഉണ്ട്. അത് തിരക്കെന്താണെന്നറിയാൻ വയ്യാലോ ഇവിടെ. ഒരു തോട്ടം കാണാൻ വേണ്ടിയുള്ള തിരക്കാണ് ഇവിടെ. നൈസ് മൂഡ്, നല്ല അടിപൊളി. പക്ഷെ മാരക ഹെയർപിൻ ഒരു മൂഡിൽ കയറി വരാൻ പറ്റിയ സ്ഥലം. ഒരു മൂഡിൽ കയറി വരാം. പൊളി. മുകളിലോട്ട് കയറും തോറും എനിക്ക് തണുപ്പ് കൂടി വരുന്നുണ്ട്. തണുപ്പ് ഇങ്ങനെ കൂടി വരുന്നുണ്ട്. നൈസ്. റോഡും പക്ക, വ്യൂവും പക്ക. ചാടിച്ചയാള് കേരളത്തിലുള്ള കുറച്ച് റൈഡേഴ്സാണ്. ഇയാളുടെ പുറകിന് പോകുന്നതിനൊക്കെ നല്ലത് എനിക്ക് അവിടെ കുതിര സവാരിയൊക്കെ കിടന്നു. റോഡൊക്കെ ബ്ലോക്കാണ് കേട്ടോ. ഇവിടെ സെലിബ്രിറ്റി ഉണ്ട്. കുതിര ഇനി സെലിബ്രിറ്റി വല്ലതും വന്നു.
കുതിരസവാരിയുടെ ഏരിയ ആയതുകൊണ്ടാണ് ഭയങ്കര ബ്ലോക്ക് ഇവിടെ കേട്ടോ. ഇവിടെ ഫുള്ള് കുതിരസവാരിയാണ്. അല്ല അടിപൊളി വെറൈറ്റി കുതിരയെ കുളിപ്പിക്കുന്നു ഇവിടെ ഇട്ട് തേച്ചൊരച്ച് കുളിപ്പിക്കുന്നു. ഇപ്പോൾ കുതിരയുടെ മേളിൽ കയറി ഇത്രയ്ക്ക് തിരക്കാണ്. നമുക്ക് തിരക്കില്ലാത്ത എവിടെയെങ്കിലും പോയി കയറിയാൽ അയ്യോ. വലിയ സ്പീക്കറൊക്കെ കൊണ്ടുവന്ന് നടു റോഡിൽ കിടന്ന് തുള്ളുന്നു. ഓരോ വളവ് കഴിയുമ്പോഴും ഉണ്ടല്ലോ കണ്ണും മനസ്സും ഒരേപോലെ കുളിര് കോരുന്ന കാഴ്ച. കാറിനകത്തൊന്നും വന്ന് ഇതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തില്ല, 100% പറ്റത്തില്ല. ബൈക്കിനകത്ത് തന്നെ വരണം. ബൈക്ക് ഇങ്ങോട്ട് ഓടിച്ച് ആ ഒരു കാറ്റും ആ ഒരു കാഴ്ചയൊക്കെ ഇങ്ങനെ അനുഭവിച്ച് മുന്നോട്ടാണ്ട് വളവൊക്കെ ഇങ്ങനെ വളയ്ക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ. ആ തണുത്ത കാറ്റിങ്ങനെ കൂടെ അടിക്കുമ്പോൾ, ആ തണുത്ത കാറ്റ് ദേഹത്തോടെ അടിക്കുന്നത്, ഈ ഒരു തണുത്ത കാറ്റിങ്ങനെ ദേഹത്തോട്ട് അടിക്കുമ്പോൾ ആ ഒരു മൂഡിലിങ്ങനെ വണ്ടി ഓടിച്ച് പോകണം. അന്നേരം കിട്ടുന്ന സുഖം ഒരു കാറിനകത്ത് വന്നാലും കിട്ടത്തില്ല. ബൈക്കിന് ബൈക്ക് തന്നെ വേണം, പക്ഷെ കാറും വേണം കേട്ടോ. മാട്ടുപ്പെട്ടി ഡാം കണ്ടിട്ടില്ലേ? നമ്മുടെ KSEB ആണെങ്കിൽ കറണ്ട് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. പേ ആൻഡ് പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഡാമിൻ്റെ അകത്തോട്ട് അകത്തോട്ട് കയറിപ്പോൾ ഇതാണ് ഡാമിൻ്റെ കാഴ്ച ഉണ്ടല്ലേ. ഇവിടെ കുറച്ച് ആക്ടിവിറ്റീസിൻ്റെ ഒക്കെ ഇത് കണ്ടോ കേട്ടോ. മറ്റല്ലേ ഗൺ ഷൂട്ടറാണോ അത് ആരോ ഇവിടെ അമ്പും വില്ലുവാണോ തോക്കാണോ എന്ന് അറിയാൻ വയ്യ. ആ ഒരു റിങ്ങൊക്കെ കൊടുത്തേക്കുന്നത് നടുക്ക് തന്നെ കൊണ്ടിട്ട് കൊള്ളിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമൊക്കെ, അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ ആക്ടിവിറ്റീസൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. തമിഴിലൊരു ബിൽഡിങ്. ടോപ്പോ? ടോപ്പ് സ്റ്റേഷനാണോ? സ്റ്റേഷനാണോ? ടോപ്പ് സ്റ്റേഷനാണോ? സ്റ്റേഷൻ ആ നേരെ. ആ ഞാൻ ഇതിനകത്തെങ്കിൽ ലയിച്ചങ്ങ് നിന്നുപോയി. അതല്ലേ അത്രയ്ക്ക് ഭംഗിയുള്ള സ്ഥലം. എത്ര വർണ്ണിച്ചാലും മതിയാവത്തില്ലെന്നേ. കാരണം എനിക്ക് ക്യാമറ ഓഫാക്കാനൊരു അവസരം കിട്ടുന്നില്ല. ക്യാമറ ഓഫാക്കാൻ എനിക്കൊരു അവസരം കിട്ടുന്നേ ഇല്ല. അതാണ്, കൺമുന്നിൽ മൊത്തം കാഴ്ചകളാണ്, മനോഹരമായ കാഴ്ചയാണ്. കാരണം ആക്ടിവിറ്റീസും കാര്യങ്ങളൊന്നുമല്ല, ആ കണ്ണുകൊണ്ട് കണ്ട് ആസ്വദിച്ച് വണ്ടി ഓടിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന അതിമനോഹരമായ കാഴ്ചയാണ് ഇവിടെ മൊത്തം. As the chemicals, they take us higher. The night's young, and it's just begun. As she puts her hand in mine. ഇതാണ്ട് ഇവിടെ ബലൂണൊക്കെ വെച്ചിരിക്കുന്നുണ്ട്. നമുക്ക് തോക്ക് വെച്ച് ബലൂണൊക്കെ നമുക്ക് പൊട്ടിക്കാം. വല്ല ഗിഫ്റ്റ് വല്ലതും കിട്ടുമെന്ന് ദൈവത്തിനറിയാം. പക്ഷെ അടച്ചിട്ടേക്കാം, നാളില്ലേ. തോക്കൊക്കെ പുറത്തുണ്ട്, തോക്കുമുണ്ട് ബലൂണുണ്ട് പുറത്ത്. ഞാൻ ഇവിടെ കുറച്ച് നേരം വണ്ടി ഒതുക്കിയിട്ടെ സ്വസ്ഥമായിട്ട് കുറച്ച് നേരം ഇരിക്കുകയും നിൽക്കുകയൊക്കെ ചെയ്യട്ടെ. ഞാൻ കുഴഞ്ഞെന്ന് പറഞ്ഞാലും പോരാ, കുഴഞ്ഞ് പണ്ടാരം ഉടങ്ങിപ്പോയി. എൻ്റെ നിതംബങ്ങളൊക്കെ പഞ്ചറായി. എൻ്റെ ഡോമിനാറേ
എന്നെ നിതമ്പത്തിൻ്റെ ഒരു ഷേപ്പ് ഒന്നുമല്ല ഡോമിനാറിൻ്റെ സീറ്റിനകത്ത്. സംഭവം നൈസാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുണ്ടള ഡാം ഇവിടുന്ന് ഒരു 6 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു. താഴെ മൊത്തം വെള്ളക്കെട്ടാണ്, ഡാമിൻ്റെ വെള്ളമാണ്. ഈ 2 സൈഡ് ആ തേയിലത്തോട്ടത്തിന് ഇടയിൽ കൂടെയുള്ള റോഡിൽ കൂടെ ഞാൻ ഈ പോകുന്നത്. എൻ്റെ ലെഫ്റ്റ് റൈറ്റും എല്ലാം തേയിലയാണ്. എന്ത് മനോഹരം. മേളിൽ നിന്ന് നോക്കണം ഈ ഒരു വ്യൂ അറിയണമെങ്കിൽ, ഈ ഒരു റോഡിൻ്റെ ഭംഗി അറിയണമെങ്കിൽ ഡ്രോൺ വല്ലതും വേണം. എന്തൊക്കെ മേടിക്കും ഞാൻ, ഇന്നലെ കാശ് വിടുന്ന. തേയിലത്തോട്ടത്തിന് ഇടയിൽ കൂടുള്ള നമ്മൾ വന്ന വഴി, അയ്യോ എന്ത് മനോഹരമായി. ഞാൻ വരുന്ന ആ ഒരു വീഡിയോ ആരെങ്കിലും എടുത്തു തന്നാൽ എന്ത് മനോഹരമായിരിക്കും എന്നെ കാണാൻ മീൻസ് ഞാൻ വരുന്നത് കാണാൻ. ഓടി എൻ്റെ മനസ്സ് നിറഞ്ഞു പോയി. മനസ്സ് നിറഞ്ഞ വയറ് നിറയും. മേളിൽ കോട ഇറങ്ങുന്നുണ്ട്, നല്ല രീതിയിൽ കോട ഇറങ്ങുന്നുണ്ട് മേളിൽ കേട്ടോ. അമ്മാതിരി കാഴ്ചകളാണ്. വിശപ്പും ദാഹവും പോലും ഇല്ലാതാക്കാൻ മാത്രം കെൽപ്പുള്ള കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. എന്ന് വെച്ചാൽ ഞാൻ പട്ടിണി കിടക്കാനൊന്നും പോകുന്നില്ല. തിരിച്ച് റിട്ടയർ ഇറങ്ങുമ്പോൾ ഞാൻ കഴിക്കും. മൂന്നാറിൻ്റെ ഈ ഭാഗത്തൊക്കെ ആണെങ്കിൽ ഇവിടെ എവിടെയോ ആന ഇറങ്ങുന്ന സ്ഥലമുണ്ട്, വണ്ടി നിർത്താൻ പാടില്ല എന്നൊക്കെ ഉണ്ട്. അതായത് വംശനാശ ഭീഷണി നേരിടുന്ന മൃഗങ്ങളും പക്ഷികളും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ആ ഭാഗത്ത് വണ്ടി നിർത്തുന്നത് കുറ്റകരമാണെന്നൊക്കെ ഞാൻ കണ്ടായിരുന്നു ഏതൊരു വീഡിയോയിൽ. പക്ഷെ അത് ഏത് ഭാഗത്താണെന്ന് അറിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടുണ്ടോ അതോ ഇനി മുന്നോട്ടാണോ എന്ന് എനിക്കറിയാൻ വയ്യ. മുന്നോട്ടാവാനാണ് സാധ്യത. കാരണം വരുന്ന വഴിയിലൊന്നും അങ്ങനെ ഒരു വണ്ടി നിർത്താൻ പാടില്ലെന്നോ അങ്ങനെ ഒരു ആരും പറഞ്ഞു കേട്ടോ ബോർഡോ സൈൻ ബോർഡോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഞാൻ കണ്ടില്ലായിരുന്നു. ഇത് തന്നെ ആയിരിക്കാനാണ് സാധ്യത, ആന കാണാനുള്ള സാധ്യത. പിന്നെ വട്ടവട റൂട്ട് ആനശല്യം അങ്ങനെ ഇല്ലെന്നാണ് എൻ്റെ ഒരു അറിവ്. വട്ടവട റൂട്ട് അങ്ങനെ വലുതായിട്ട് ആനശല്യം അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല. ഇവിടെ ഉണ്ടല്ലോ വണ്ടികളൊക്കെ അവിടെ നിന്ന് കിടക്കുന്നത്, ഇച്ചിരി സമാധാനമായി. ഞാൻ വിചാരിച്ചത് ഇങ്ങോട്ട് ഇനി അധികം വണ്ടികളൊന്നും കയറ്റി വിടത്തൊന്നുമില്ല എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. ഇവിടെ അടച്ചിട്ടേക്കാന്നല്ലോ. സ്പീഡ് ലിമിറ്റ് KL 17 S 863 കൊല്ലം. എന്തോ വിസിറ്റാ 5 കിലോ. 6 മണിക്ക് ഇവിടെ വരണം. ഓക്കെ. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ വട്ടവടയിലോട്ട് നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റർ ചെയ്തപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത് എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേ ആണോ വിസിറ്റ് ആണോ എന്ന് ചോദിച്ചു. വണ്ടിയുടെ നമ്പർ എഴുതിയെടുത്തു. എന്നിട്ട് എവിടെ നിന്ന് വരുന്നതെന്ന് ചോദിച്ചു. കൊല്ലമെന്ന് പറഞ്ഞു. അപ്പോൾ മെയിനായിട്ട് പറഞ്ഞ 2 പോയിൻറ്റ്സ് ഇതാണ്. ഇവിടുന്ന് 5 കിലോമീറ്റർ അപ്പുറത്ത് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടം വരെ നമ്മൾ വണ്ടി നിർത്താനോ വണ്ടിയിൽ നിന്ന് ഇറങ്ങാനോ പാടില്ല. വിച്ച് മീൻസ് ഡേഞ്ചറസ് ആണ്.